ഹായ്, ഇന്ന് ഞാൻ എവിടെയാണല്ലേ? ഇന്ന് ഞാൻ മസറയിലാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം, ഈത്തപ്പഴങ്ങളൊക്കെ കാണാം. ഇത് വിരിയുമ്പോ അതിന് പൂ വെക്കും. പൂ വെച്ചതിന് ശേഷം കുറെ ദിവസം കഴിഞ്ഞ് മരുന്നടിക്കും. പിന്നെ അതിനെ ഇറക്കിക്കെട്ടല്, അത് കഴിഞ്ഞ് വീണ്ടും ഇറക്കിക്കെട്ടല്, അത് കഴിഞ്ഞിട്ട് കീസിടല്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് തിന്നേണ്ട പാവം ആവുള്ളൂ. ഒരു 8 മാസമെങ്കിലും കഴിയും മാക്സിമം. കൊല വന്നു കഴിഞ്ഞാൽ ഒരു 5 മാസം 6 മാസത്തിന്റെ ഉള്ളിൽ കഴിക്കേണ്ട പരുവാകും. ഇതിന് വേണ്ടുന്ന വെള്ളവും മരുന്നും ചെയ്താൽ തന്നെ അത് വൃത്തിയായി നമുക്ക് കഴിക്കാൻ കഴിയുള്ളൂ. 6 മാസം 7 മാസം പിടിക്കും. വേനൽ നല്ല ചൂട് കിട്ടിയാലേ ഇത് നല്ല പഴമാവുള്ളൂ. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 കൊല്ലം പഴക്കമുള്ള പനയാണ്. ആ പന വേറെ സ്ഥലത്ത് നിന്ന് പനനെ കുഴക്കി ഇവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് 1 വർഷം കഴിഞ്ഞാലാണ് ഈ പന കായിന്റെ പരുവത്തി വരുള്ളൂ. കണ്ടില്ലേ, പട്ടയൊക്കെ ചുറ്റി കെട്ടി വെച്ചിരിക്കുന്നത്. അത് 1 വർഷം കഴിഞ്ഞാലേ അയച്ചു വിടുള്ളൂ. അപ്പോഴാണ് കൊല വരും. ഡെയിലി നന വൃത്തിയായി നോക്കണം, കുട്ടികളെ നോക്കുമ്പോൾ നോക്കണം, എന്നാലേ പന ഉഷാറായി വരും. വെള്ളത് അത് ടാങ്ക് കേട്ടോ, ആ ടാങ്ക് കിണർന്ന് ടാങ്കിൽ കെട്ടി വെച്ചും ആ ടാങ്കിന്ന് ഈ പൈപ്പ് വഴിക്ക് പന്റെ ചോട്ടിലേക്ക് വരും. ഓരോ പന്റെ ചോട്ടിക്കും പൈപ്പാണ് ഇട്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഓരോ പന്റെ ചോട്ടിക്കും പൈപ്പ്. ഇവിടെ നോക്കിട്ട് നല്ല വെള്ളമൊക്കെ ഉണ്ട്. ഞാൻ വേറൊരു സാധനം കാണിച്ചുതരാം. ജെയ്ത്തൂന്റെ മരമാണ്, പരിശുദ്ധമായ എണ്ണയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഭയങ്കര പണ്ട് വീട് പണിക്കല്ലേ? നമ്മൾ ഉണ്ടാക്കിയതാണ്. നാട്ടില് കറിവേപ്പില, കറിയിലിടുന്ന കറിവേപ്പില ഇവിടെ എവിടെയും കണ്ടിട്ടില്ല. ഇതേപോലെ ഇലക്ക് നല്ല കട്ടിയാണ്. ചാച്ചിനും നാരങ്ങ അത് ഇതൊക്കെ ഈ മലയാളി നെന്മാറക്കാരുണ്ടാക്കിയ സംഭവങ്ങളാണ്. ഇതൊക്കെ പാലക്കാട്ടുകാരനാണ് ചെടി നേരെ കാണും. നമ്മളെ അബ്ദുറഹ്മാൻ ഭായ് പാലക്കാട് നെന്മാറ. 10 കൊല്ലം ഇവിടെ. എത്ര കൊല്ലായി? ഇവിടെ 10 കൊല്ലായി. 10 കൊല്ലായി. മൂപ്പര് എല്ലാം ഉണ്ടാക്കിയതാണ്. ഇവിടെ വരുമ്പോ ഒരു സാധാരണ ഒരു മരുഭൂമിയായിരുന്നു. മൂപ്പരുടെ ഒരു അത്യുജ്വലമായ പ്രകടനം കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കിയെടുത്താണ്. നല്ല പ്രയത്നിച്ചാണ്. ഇതൊന്നല്ല, ഇതൊക്കെ വാങ്ങിച്ചാണ് ഇത് ഉണ്ടാക്കിയല്ലോ. ഇത് പ്രാവാണല്ലോ, ചെറിയ കുരുവിയില്ലേ. ഇതൊക്കെ മൂപ്പറിന്റെ പ്രയത്നത്തെ കൊണ്ട് ഉണ്ടായതാണ്. അങ്ങനെ സൗദി അറേബ്യയിലെ ചില ഉൾക്കാഴ്ചകൾ. ഭയങ്കര സെറ്റപ്പാണ് ഇതൊക്കെ. ഭയങ്കര പാലക്കാട്ടുകാരുടെ ബുദ്ധിയാണ് ഇതൊക്കെ. നമ്മുടെ നാട്ടിലാക്കിയ ഇവിടേക്കൊന്ന് റെഡിയാക്കാം അല്ലേ? അടിവശം ചിലപ്പം മറന്നു പോകുന്നു. മരുന്ന് എല്ലാ സാധനവും ഇവിടെ വന്നതിനോ എല്ലാം അത് കാണാം. നല്ല പരിപാടിയുണ്ട് നമ്മുടെ.
മതിയല്ലേ വിട്ടാണ്. ഇപ്പോ ഞങ്ങൾ വന്ന സമയത്ത് പ്രസവിച്ച കുട്ടിയാണിത്. ഞങ്ങൾ വന്ന സമയത്ത് ആട് പുല്ല് തിന്നാൻ വരുന്ന ഒരു സംഭവമാണ്. ഇതൊക്കെയാണ് മസറ. രാത്രിയാവാൻ നേരമ്പോ ഞങ്ങള് പോകുകയാണ് ഇപ്പൊ. നാളെ കാണാം.